ഒരു കാര്യമാണ് ബിജെപി പലപ്പോഴും നരേന്ദ്രമോദി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതായത് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്തുക. അതുമായി ബന്ധപ്പെട്ട് ബിജെപി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സുതാര്യമാകും, ഒപ്പം ഈ ചിലവടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസം വരും, തെരഞ്ഞെടുപ്പ് ചിലവിലൊക്കെ വ്യത്യാസം വരും, ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം കുറയുമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. ഈ കമ്മീഷണർമാരുടെ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിയമനത്തിനായുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിച്ച സമിതിയുടെ റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കൈമാറിയിട്ടുണ്ട്. ഇന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയാണ് റിപ്പോർട്ട് കൈമാറിയത്. 2029 തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് എന്നാണ് സൂചന. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിലും ഇന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ സമിതി തീരുമാനമെടുത്തേക്കും. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് 2029 നടപ്പിലാക്കും എന്നുള്ള ആശയം, ആ ശുപാർശയാണുള്ളതെന്ന് മനസ്സിലാകുന്നു. പ്രായോഗികമായി എളുപ്പമുള്ള ഒരു കാര്യമാണോ അത്? ഏത് തരത്തിലാണ് ഈ വാഗ്ദാനം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്? രഞ്ജിത്ത്, ഒരുപക്ഷെ നിലവിലെ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും 2024 കാരണം രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് ഇപ്പോൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഒരുമിച്ച് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന ശുപാർശയാണ് ഈ സമിതി നൽകിയിരിക്കുന്നത്. അതായത് രാജ്യത്ത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് അവസാനമായി നടന്നത് 1967 ഇപ്പോൾ വീണ്ടും ഈ റിപ്പോർട്ടോടുകൂടി 2029 പൊതു തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഏതായാലും വിവിധ നിയമസഭകളുടെ കാലാവധി അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നം വരും. അപ്പോൾ പ്രത്യേകിച്ച് കേരളം എടുക്കുകയാണെങ്കിൽ 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് 2031 അപ്പോൾ സ്വാഭാവികമായും 2026 അധികാരത്തിൽ വരുന്ന ഏത് സർക്കാരാണോ അല്ലെങ്കിൽ ആ സഭയുടെ കാലാവധി 3 വർഷമായി വെട്ടിച്ചുരുക്കേണ്ടി വരും. അത്തരമുള്ള നിർദ്ദേശങ്ങൾ ഈ സമിതിയുടെ റിപ്പോർട്ടിൽ ഏതായാലും ഉണ്ട്. മറ്റൊരു പ്രധാന കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സഭയുടെ കാലാവധി പൂർത്തിയാക്കാനായില്ലെങ്കിൽ അതെങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതായാലും ഈ സമിതി റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ സാമ്പത്തിക രംഗത്തിന് വലിയ നേട്ടമാണ്, കുറ്റകൃത്യങ്ങൾ കുറയും തുടങ്ങിയ നിർദ്ദേശങ്ങളും ഈ 18,000 പേജുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് സൂചന. ഏതായാലും ഈ റിപ്പോർട്ട് രാഷ്ട്രപതി പരിശോധിച്ച ശേഷമായിരിക്കും പിന്നീട് ഇത് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 2029 കൂടി ഒരുമിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാനുള്ള സാധ്യതയ്ക്കാണ് ഇപ്പോൾ വഴിയൊരുങ്ങുന്നത്. രഞ്ജിത്ത്, ഇത് ഈ ശുപാർശ അത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിന് ഇനിയുള്ള ഈ 2029 എന്ന് പറയുമ്പോൾ 5 വർഷം ബാക്കിയുണ്ട്. ആ സമയത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ വേണം. അത് ഈ സംസ്ഥാന സർക്കാരുകൾ നിയമപരമായ ഒരുപക്ഷെ പോരാട്ടത്തിലേക്കൊക്കെ ഇത് നീങ്ങിയേക്കാം. അങ്ങനെ എല്ലാ മാർഗങ്ങളും മുന്നിൽ കണ്ടാണോ കേന്ദ്ര സർക്കാരിന്റെ നീക്കം? തീർച്ചയായും 5 വർഷത്തെ കാലാവധി നിലവിലുണ്ട്. കാരണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ സമിതിയെ നിയോഗിക്കുന്നത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെ നിയോഗിക്കുന്നത്. മാത്രവുമല്ല ഇത് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ഭരണഘടനാ ഭേദഗതി വേണ്ടത് കൊണ്ട് തന്നെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് 2029 എന്ന നിലയിലേക്ക് ഇപ്പോൾ അത്തരമൊരു ആലോചനകളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല ഘട്ടങ്ങളിലായി ഈ കാര്യം ആലോചിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പല ഘട്ടങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അത് പിന്നീട് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നു. അതിനുശേഷമാണ് ഏതായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള സമിതിയെ നിയോഗിച്ച് ഇതുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തത്. ഏതായാലും ആ സമിതി ഇപ്പോൾ വിവിധ കക്ഷികളുമായി ചർച്ച നടത്തി, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടി, വിവിധ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം ശേഖരിച്ചു. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ റിട്ടയറായ മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ആശയവിനിമയം നടത്തിക്കൊണ്ട് പലരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും 18,000 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരമൊരു പ്രതീക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പങ്കുവയ്ക്കുന്നുണ്ട്. 2029 കൂടി ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കം കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്ന്. രാകേഷ്, ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി അത് വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു അവ്യക്തത മാറിയാത്ത പശ്ചാത്തലമുണ്ട്. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നിയമിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിനുള്ള സാധ്യതകൾ ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? കാരണം തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണം, ഇനി അധികം സമയം ബാക്കിയില്ല.
രഞ്ജിത്ത്, ഏതായാലും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. 3 അംഗ സമിതിയാണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കാനുള്ള സമിതി എന്ന് പറയുന്നത് 3 പേർ ഉൾപ്പെട്ടതാണ്. അതിലൊന്ന് പ്രധാനമന്ത്രി, മറ്റൊന്ന് കേന്ദ്രമന്ത്രി, മൂന്നാമതുമായി പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിൽ ഏതായാലും പ്രതിപക്ഷ നേതാവില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ് ഈ സമിതിയിലുള്ളത്. ഇന്ന് ഏതായാലും യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അധീർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സർക്കാരിന് ഭൂരിപക്ഷമുള്ള സമിതിയാണ്. സ്വാഭാവികമായും സർക്കാരിന് നിശ്ചയിക്കുന്ന ആളെ അതുകൊണ്ട് തന്നെ നിയോഗിക്കാനും കഴിയും. ഏതായാലും 5 പേരുകൾ ഇപ്പോൾ ഈ സമിതി മുമ്പാകെ പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് മുൻ ED മേധാവി സഞ്ജയ് കുമാർ മിശ്ര, മുൻ CBTD മേധാവി PC മോദി, IRS ഉദ്യോഗസ്ഥനായ JB മൊഹപാത്ര, ഒപ്പം തന്നെ NIA മുൻ മേധാവി ദിനകർ ഗുപ്ത, ഡൽഹി മുൻ ചീഫ് സെക്രട്ടറി വിജയ് ദേവ്, ഒപ്പം തന്നെ അമിതാഭ് കാന്ത്, നീതി ആയോഗിന്റെ മുൻ CEO ആണ്, കേരള കാഡർ ഉദ്യോഗസ്ഥനായ അമിതാഭ് കാന്തിനെയും പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതിൽ 2 പേരെയായിരിക്കും തെരഞ്ഞെടുക്കുക. സ്വാഭാവികമായും സർക്കാരിന് അക്കാര്യത്തിൽ ഒരു മേധാവിത്വമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും ഈ സമിതിയിൽ അംഗങ്ങളാണ്. അങ്ങനെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കശ്മീർ സന്ദർശനം അടക്കം കഴിഞ്ഞു. ഈ ആഴ്ച പ്രഖ്യാപനം ഉണ്ടാകേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നോ നാളെയോ, ഇന്ന് യോഗം ചേർന്നാൽ ഒരുപക്ഷെ വൈകിട്ട് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ നാളെയോ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ രാജ്യം ഇന്ന് കടന്നേക്കും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് മറ്റു വാർത്തയിലേക്ക്